ഡേ, നീ ഇതൊക്കെ എവിടെ ഇട്ടിട്ട് അലക്കാൻ കൊണ്ടുപോവാ? വാഷിംഗ് മെഷീനില്. ആ, എത്ര ഉത്സാഹത്തോടെ കൊണ്ടുപോകുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് മൊത്തം അതിലേക്കിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജോലി കഴിഞ്ഞല്ലോ. ഹോ, ഗർഭിണിയാണെന്ന് വെച്ച് അങ്ങനെ സുഖിക്കാനൊന്നും നീ നോക്കണ്ട. എല്ലാം കൊണ്ടുപോയി അലക്കുകല്ലിട്ട് നന്നായി കുത്തിപ്പിഴിഞ്ഞ് അലക്കിയെടുത്താ മതി. അതെന്താ പുതിയൊരു നിയമം? ഇവിടെ എല്ലാരും വാഷിംഗ് മെഷീനിലിട്ടല്ലേ അലക്കുന്നത്. പിന്നെ പ്രതിഭയ്ക്ക് മാത്രം എന്താ കല്ലിലിട്ട് അലക്കേണ്ട ആവശ്യം? നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നാണോടി? എടി, നീ അടക്കം 3 എണ്ണത്തിന് പെറ്റവളാ ഞാൻ. ഗർഭിണിയായ ഒരു പെണ്ണിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കണം എന്തൊക്കെ ചെയ്യിക്കരുതെന്ന് എനിക്കറിയാം. ഞാൻ ഇവളോട് സ്റ്റെപ്പ് കയറാനും വിറക് കീറാനും ഒന്നും പറഞ്ഞില്ലല്ലോ. ഗർഭിണികള് കഠിനമായ ജോലികൾ ചെയ്യരുതെന്നേ ഉള്ളൂ. അത്യാവശ്യം ശരീരം ഇളകി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണം. ഏതായാലും പ്രതിഭ ഈ തുണി അലക്കലയിലിട്ട് അലക്കേണ്ടതില്ല. സത്യേട്ടൻ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തതിനെ പ്രതിഭ ഓർത്തിട്ട്. ഓ, എന്നാ പിന്നെ അവനോട് പ്രസവിക്കാനുള്ളൊരു മെഷീനും കൂടി വാങ്ങിക്കൊടുക്കാൻ പറയടി. അപ്പൊ പിന്നെ വേദനയില്ലാതെ ഇവക്ക് പ്രസവിക്കാമല്ലോ. ആ, അതും ചിലപ്പോ സിസേറിയൻ ആയിരിക്കും. അതിന് അമ്മയ്ക്കിപ്പോ എന്താ? നീ ആരാടി ഇവിടെ വക്കാലത്ത് എന്നോട് പറയാൻ? ഇവളുടെ അച്ഛനും അമ്മയും വന്നപ്പോ ഇവക്ക് വേണ്ടി വാദിക്കാൻ നിന്നെ ഏൽപ്പിച്ചോ? അയ്യോ അമ്മ, ആ പാവങ്ങൾ ഇങ്ങ് വെറുതെ വിട്ടേക്കും. ഞാനിത് അലക്കുകല്ലിൽ ഇട്ട് തന്നെ അലക്കിക്കോളാം. അമ്മ വീണ്ടും പണി തുടങ്ങിയല്ലേ? ദേമ്മേ, അവളുടെ വയറ്റി വളരുന്ന ജീവന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പറ്റിയ ഇത് മാത്രമല്ല, നേരത്തെ അമ്മ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. നീ അങ്ങ് വിളിച്ചു പറയടി. കൊണ്ടോളുമാരുടെ വാക്ക് കേട്ട് നീയും അവളൊക്കെ എന്നെ കുറ്റക്കാരിയാക്കാൻ തീരുമാനിച്ചെങ്കിലും അയക്കോ? എന്തായാലും പ്രതിഭയുടെ വയറ്റിലെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ പഴി കേൾക്കേണ്ടി വരും. അത് ഞാൻ ഇപ്പോഴേ കേട്ടോളാടി. അവൾക്കെതിരെ അമ്മ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലേ എനിക്ക് അമ്മയ്ക്കെതിരെ ഇങ്ങനെ പറയേണ്ടി വരുന്നേ? ഒരിക്കൽ പ്രതിഭയുടെ പേരിൽ അമ്മയെ ഞാൻ രക്ഷിച്ചു. ഇനി അമ്മയിൽ നിന്ന് പ്രതിഭയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശ്യാമേട്ടൻ എനിക്കാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് നീ അവളെ പൊതിഞ്ഞു കെട്ടി വെച്ച് അവള് രക്ഷപ്പെടുവോ? എടി, സത്യന്റെ കുഞ്ഞ് ജനിക്കണമെന്ന് തന്നെ എന്റെയും ആഗ്രഹം. അതിനു വേണ്ടിയാ ഒരു ഗർഭിണി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പ്രതിഭയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക്.